കോൺഗ്രസിന് നവോന്മേഷം നൽകാൻ രാജസ്ഥാനിൽ ചേർന്ന ചിന്തൻ ശിബിരത്തിന് മുന്നോടിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ പറയുന്നത് അവസരവാദപരമായ മൃദു ഹിന്ദുത്വം കോൺഗ്രസിൽ പാടില്ല എന്നാണ്. VM സുധീരൻ ഇന്നത് വീണ്ടും ആവർത്തിക്കുന്നു. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് പയറ്റുന്നത് അവസരവാദ രാഷ്ട്രീയമെന്നും മൃദു ഹിന്ദുത്വമെന്നും CPM വിമർശനമുയർത്തുമ്പോൾ അയോധ്യ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചിന്തയിൽ ദേശീയ നേതൃത്വം ആകെ ഉടലുമ്പോൾ സുധീരന്റെ വാക്കുകൾ അന്നും ഇന്നും പറഞ്ഞ വാക്കുകൾ ഒന്നായതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവത്തോടെ കേൾക്കുന്നുണ്ട് കേരളം. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമോ? BJPയെ നേരിടാൻ കോൺഗ്രസിന് നയമില്ലേ? മൃദു ഹിന്ദുത്വം കോൺഗ്രസിന് എന്തു നേടി നൽകി? സമസ്തയും ലീഗും നൽകുന്ന പിടിവള്ളിയും കോൺഗ്രസിന് പര്യാപ്തമല്ലേ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJPയിൽ നിന്ന്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, CPMൽ നിന്ന് ശ്രീ M പ്രകാശൻ മാസ്റ്റർ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. കോൺഗ്രസിൽ നിന്ന് അതിനിർണായകമായ ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസം അയോധ്യ വിഷയം ഉയർന്നു വന്നതിനെ തുടർന്ന് AICC കോൺഗ്രസ് നേതാക്കൾ ഈ അയോധ്യ വിഷയത്തിൽ പരസ്യമായ പ്രതികരണത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തിരുന്നു. അതേ തുടർന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ, ടെലിവിഷൻ ചർച്ചകളിൽ ഭാഗഭാക്കാകാത്തത്. VM സുധീരൻ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് എന്നും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തന്റെ നിലപാടെന്നും അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്നും നിലപാടെടുക്കുകയുണ്ടായി ഇന്ന് കോൺഗ്രസ് യോഗത്തിൽ. അതേ തുടർന്ന് അദ്ദേഹം വലിയ വിമർശനം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങുന്നുമുണ്ട്. എന്നിരുന്നാലും VM സുധീരൻ പറഞ്ഞ കാര്യം, അതായത് കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് എതിരാളികൾക്ക് ഒരു രാഷ്ട്രീയ ആയുധമാണ്, പ്രത്യേകിച്ചും കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CPMന് പ്രത്യേകിച്ചും. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അങ്ങേക്കെന്നെ കേൾക്കാമോ? ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ VM സുധീരൻ ഇത് ആദ്യമായി പറയുകയല്ല. അദ്ദേഹം 2022 ചിന്തൻ ശിബിരത്തിന് തൊട്ടു മുന്നോടിയായി സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ BJPയുടെ ഹാർഡർ ഹിന്ദുത്വയെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കൊണ്ട് കോൺഗ്രസിന് തോൽപ്പിക്കാൻ കഴിയില്ല, അത് പോയ തിരഞ്ഞെടുപ്പുകളിൽ, പോയ വർഷങ്ങളിൽ നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് നെഹ്റുവും ഇന്ദിരയും മുന്നോട്ട് വെച്ച മതേതര കാഴ്ചപ്പാടിലേക്ക് തിരിഞ്ഞു പോകേണ്ടതുണ്ട് എന്നും അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. സമാനമായ വാക്കുകൾ ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് ഇപ്പോഴും അങ്കലാപ്പുണ്ടു താനും. കോൺഗ്രസ് യഥാർത്ഥത്തിൽ പയറ്റുന്നതും പയറ്റി തോൽക്കുന്നതും ഈ മൃദു ഹിന്ദുത്വം തന്നെയാണോ? അത് നമുക്കറിയാം, ഇത് ഈ മൃദു ഹിന്ദുത്വമാണോ അതോ ഉഗ്രഹിന്ദുത്വമാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. മതനിരപേക്ഷ ക്രെഡൻഷ്യൽസ് മറന്നുകൊണ്ട് കോൺഗ്രസ് മറ്റൊരു നിലപാടെടുത്താൽ അത് കോൺഗ്രസ് തന്നെ വിനാശകരമാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 2022 സുധീരൻ അത് പറഞ്ഞത്, അദ്ദേഹം ഇന്നും ആവർത്തിച്ചു എന്നാണ് മധു പറഞ്ഞത്. നമ്മൾ ഈ കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അന്ന് കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ അവിടെ പയറ്റിയ തന്ത്രം, അടവ് നയം എന്നൊക്കെ പറയാമെന്ന് തോന്നുന്നു, അതൊരു മൃദു ഹിന്ദുത്വത്തിൻ്റേതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരെ UPയിലെ ഈ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് വിളക്കുകൾ കൊടുത്തയക്കുക പോലെയുള്ള ഒരു തരത്തിലെ പ്രീണന പരിപാടികൾ പലതും അവിടെ നടത്തി. പക്ഷേ അതിൻ്റെയൊന്നും പ്രയോജനം കിട്ടിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് ആലോചിക്കേണ്ടത് കോൺഗ്രസ് ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, രാമജന്മ ഭൂമി അല്ലെ കേൾക്കാമോ? ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. ശരി 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 ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. ശ്രീ M പ്രകാശൻ മാസ്റ്റർ, CPMന്റെ ഏറ്റവും വലിയ ആരോപണമാണ് കോൺഗ്രസിനെതിരെയുള്ളത്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ പറഞ്ഞത് അത് തന്നെയാണ്. കോൺഗ്രസിന് രാഷ്ട്രീയ പാപ്പരത്വമുണ്ട്, നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്, കോൺഗ്രസ് മൃദു ഹിന്ദുത്വമാണ് പയറ്റുന്നത് എന്നതടക്കം. അത് VM സുധീരന്റെ വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ അത് CPMനൊരു വലിയ നല്ല ആയുധമാണ് അല്ലേ? ഇത് CPMന് നല്ല ആയുധമാണോ അല്ല ആയുധമല്ലേ എന്നുള്ളതല്ല വിഷയം. നമ്മുടെ രാജ്യം അതിഗുരുതരമായ മതവർഗീയതയുടെ പിടിയിലേക്ക് കൊണ്ടുപോകുന്നതിന് BJPയുടെ ഗവൺമെൻറ് ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. അതിനെ തടയിടുന്നതിന്, ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാക്കി സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ പങ്കുവഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബരി പള്ളിയിൽ ആദ്യമായിട്ട്
രാമൻ്റെയും സീതയുടെയും വിഗ്രഹം കണ്ടപ്പോൾ അത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞത് മറ്റാരുമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നെഹ്റുവിൻ്റെ കാലത്തും ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്. എന്നാൽ സമീപകാലത്തായിട്ട് സ്വീകരിക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ ബാബരി പള്ളി ഈ പറയുന്ന പോലെ ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തെ കാണാനും അതുപോലെ പൂജിക്കാനും ഒക്കെ തന്നെ വിട്ടുകൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. യഥാർത്ഥത്തിൽ ബാബരി പള്ളി പൊളിക്കുന്ന സംഭവത്തിൻ്റെ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹറാവുവിന് വേണമെങ്കിൽ അത് തടയാൻ വേണ്ടി കഴിയുമായിരുന്നു. അത് തടഞ്ഞില്ല. അത് പൊളിയട്ടെ എന്നൊരു നിലപാട് അവരെടുത്തു. എന്ന് മാത്രമല്ല, ഈ ബാബരി പള്ളി തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായിട്ട് ഇപ്പോൾ ശിലാന്യാസം നടത്തിയ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ VP സിംഗിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് വളരെ ശക്തമായ നിലപാട് അഡ്വാനിക്കെതിരെ സ്വീകരിച്ചപ്പോൾ രാഷ്ട്രപതിക്ക് പോലും അദ്ദേഹത്തോട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചില കഥകൾ കേൾക്കുകയുണ്ടായി. അല്ല, എന്തായാലും അദ്ദേഹത്തിൻ്റെ മൗനാനുബോധത്തോടെയാണ് ബാബരി പള്ളി പൊളിഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് യഥാർത്ഥത്തിൽ BJP ആണോ വളർത്തിയത്, കോൺഗ്രസിനാണോ വളർത്തിയത്? അവർ പരിശോധിക്കേണ്ടതാണ്. 2 MP മാത്രമുണ്ടായിരുന്ന BJP ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നതിന് പിന്നിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വർഗീയ പ്രശ്നമുണ്ട്. ഇനി അധികാരത്തിൽ വന്നിച്ചാണ് സ്വീകരിക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ ഈ ഗോവധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലക്കുള്ള പ്രചാരവേലയും അതുപോലെ ആളുകളെ കൊല്ലലൊക്കെ നടക്കുകയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ധാരാളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കമൽനാഥ് ഈ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് വെള്ളി ഇഷ്ടികൾ കൊടുത്തയച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല. ഇപ്പോൾ ഇത്രയും ഗൗരവമായ വിഷയം വന്നപ്പോൾ CPM പോലെയുള്ള പാർട്ടികൾ ഇത് ഇന്ത്യയിൽ മതത്തെ വർഗീയമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയമായിട്ട് കളിക്കുകയാണെന്ന് കൃത്യമായി മനസ്സിലായിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. എന്തേ കോൺഗ്രസ് പറയാനാവുന്നില്ല? പറയാനാവാത്തത് അവരുടെ അധികാര കസേരയുള്ള ഭ്രമാണ്. ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഈ മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ ഈ ദുർഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഉത്കണ്ഠ കോൺഗ്രസിൻ്റെ നിലപാടിന് മേലെയല്ല, രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള നിലനിൽപ്പിന് മേലെയാണ്. ഇപ്പോൾ രാജ്യത്തിനകത്ത് ജനങ്ങളെ മതപരമായിട്ട് ഭിന്നിപ്പിക്കുകയാണല്ലോ. വെറുപ്പിൻ്റെ രാഷ്ട്രീയം അതികഠിനമായ നിലയ്ക്ക് രാജ്യത്തെ വ്യാപിക്കുകയാണല്ലോ. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വലിയ വേട്ട നടക്കുകയാണല്ലോ. അത്തരമൊരു സമയത്ത് ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണത്തെ തങ്ങളുടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. സോണിയാഗാന്ധി പോയാലും ഇല്ലെങ്കിലും രാജ്യത്തോട് പറയാൻ കൃത്യമായി BJPക്ക് ഒരു നറേറ്റീവ് ഉണ്ട്. അത് അങ്ങനെ തന്നെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും. പോയില്ലെങ്കിൽ അത് കുറച്ചുകൂടി രൂക്ഷമായി പ്രചരിപ്പിക്കപ്പെടും. അതായത് അങ്ങനെ പ്രചരിപ്പിക്കാൻ ഇട നൽകി കോൺഗ്രസ് മാറി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ ഉൾപ്പെടുന്ന പ്രതിപക്ഷ ചേരി ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അധികാരമില്ലാത്ത കോൺഗ്രസിന് ഈ പറയുന്ന ആനുകാലിക രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? ഇല്ല. അപ്പോൾ പോക്കറ്റിലുള്ള വോട്ട് അല്ലെങ്കിൽ കിട്ടിയേക്കാവുന്ന പ്രതീക്ഷ വെക്കാവുന്ന വോട്ട് അപ്പാടെ BJPക്ക് കൊണ്ടുപോയി കൊടുത്ത് അവർ മാറി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരുടെ വിജയമാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ? അതിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഹിന്ദു വർഗീയതക്കെതിരെ ഉള്ള പ്രവർത്തനത്തിലൂടെ അല്ലാതെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാവില്ല. ഇതാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു വിമർശനമുണ്ടല്ലോ, മുസ്ലിം പ്രീണന നിലപാട് CPM സ്വീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഈ പറയുന്ന മതനിരപേക്ഷ നിലപാടുകൾ ആ കാരണം കൊണ്ട് മാത്രം ഉപേക്ഷിക്കുന്നില്ല. കാരണം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കേണ്ടത് ഒരു മതനിരപേക്ഷ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കോൺഗ്രസ് നിർവഹിക്കുന്നില്ല. ഇന്നത്തെ നിലയ്ക്ക് BJP വളരാനും മതനിരപേക്ഷതയ്ക്ക് ഇതുപോലെ ആപത്തുണ്ടാവാനും ഇടയാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ട് കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദു നിലപാടാണ്. ഇത് ഇനിയും സ്വീകരിച്ചാൽ BJP ശക്തിപ്പെടുകയാണ് ചെയ്യുക. ശ്രീ സണ്ണിക്കുടി അബ്രഹാം, കോൺഗ്രസിന് പറയാൻ കഴിയുന്ന പലതരം കാര്യങ്ങളുണ്ട്. വ്യക്തമാക്കാൻ കഴിയുന്ന, ആശയപ്രശ്നങ്ങളില്ലാത്ത, അതിനെ വീണ്ടും വ്യാഖ്യാനിച്ച് വഷളാക്കാൻ കഴിയാത്ത തരത്തിൽ ആശയ വ്യക്തതയോടെ പറയാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന രാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. അത് നിയമപരമായി പരിഹരിക്കപ്പെട്ട വിഷയമാണ്. അവിടെ ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. അവിടെ BJP അല്ല ക്ഷണിക്കുന്നത്, പ്രധാനമന്ത്രിയെ ക്ഷണിച്ചവർ തന്നെയാണ് ഞങ്ങളെയും ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം പങ്കെടുക്കുന്ന അതേ അവകാശ അധികാരങ്ങളോടെയാണ് ഞങ്ങളും അവിടെ പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിലോ പങ്കെടുക്കുന്നതിലോ രാഷ്ട്രീയമായ താല്പര്യമില്ല എന്നത് വ്യക്തമാക്കി പോയാൽ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾക്ക്
എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് പിന്നെ ഇടമില്ല. പക്ഷെ അത് പറയാനെടുക്കുന്ന സമയം മുഴുവൻ അപ്പുറത്ത് മറ്റു പലതരം അജണ്ടകൾ നിർമ്മിക്കപ്പെടുകയാണ് നിരന്തരം. അതിന് വഴിവെക്കുന്നത് എന്തിനാണ്? നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറഞ്ഞു. ഞാൻ അതിനോട് യോജിച്ചുകൊണ്ടല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം ഞാൻ 1951 ഒരു ചരിത്രം, അതൊരു കഥയിലൊരു ചരിത്രമാണ്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ആ പുനർനിർമ്മാണത്തിന് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റാണ് അംഗീകാരം നൽകിയത്. അത് ഗാന്ധിജി അത് അംഗീകരിക്കുകയുണ്ടായി. ഗാന്ധിജി അത് അംഗീകരിച്ചത് അതിനുള്ള പണം ഭക്തജനങ്ങൾ സംഭരിക്കണം, സ്വരുക്കൂട്ടണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ്. പിന്നീട് ശ്രീ വല്ലഭായ് പട്ടേലിൻ്റെ കാലത്തായിരുന്നു, അദ്ദേഹം അന്തരിച്ചതിന് ശേഷമാണ് അതിൻ്റെ പണി പൂർത്തിയാവുന്നത്. ആ സമയത്ത് KM മുൻഷി അദ്ദേഹമായിരുന്നു അന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. ഒരു ട്രസ്റ്റായിരുന്നു. ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ട്രസ്റ്റായിരുന്നു, മുൻഷിയായിരുന്നു അതിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം അന്നത്തെ രാഷ്ട്രപതിയായിരുന്നു ശ്രീ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ക്ഷണിച്ചപ്പോൾ നെഹ്റു കൃത്യമായിട്ടൊരു കത്ത് രാഷ്ട്രപതിക്ക് അയച്ചു. ഒരു എന്താ പറയുക, ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാവുന്ന രീതിയിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് താങ്കൾ അതിന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാരണമുണ്ട്. ഇതൊരു മതപരമായ ചടങ്ങാണ്, അതിന് അംഗീകാരം നൽകിയത് ഒരുപക്ഷെ ഗവൺമെൻറ്റിനെയാണ്. പക്ഷേ ആ മതപരമായ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രഥമ പൗരൻ പങ്കെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമായിരിക്കും, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിരിക്കും, അതുകൊണ്ട് പങ്കെടുക്കരുത്. അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു. അവരോട് പറഞ്ഞു, ഇത് ഒരു മുഖ്യമന്ത്രിമാർ എന്ന നിലയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല. പക്ഷേ രാഷ്ട്രപതി പോയി, അത് വേറെ കാര്യം, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട്. ഇങ്ങനെ കോൺഗ്രസിൻ്റെ മുമ്പിൽ ഒന്നാമതൊരു ഉദാഹരണമുണ്ട്. നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. കോൺഗ്രസ് ഒരു വല്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിലാണ്. നമ്മളത് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ പോലെ നെഹ്റുവിൻ്റെ കാലമല്ല ഇന്ന് ജാതിയും മതവും കൂട്ടിക്കുഴച്ച്, രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച് രാമജന്മഭൂമിയെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി വളർത്തി അവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ക്ഷേത്രത്തെ BJPയുടെ അജണ്ടയാണത്. ആ ക്ഷേത്രം ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് BJPയുടെയും RSSൻ്റെയും ക്ഷേത്രമാണ്. ഇതൊരു BJP അജണ്ടയാണ്. അടുത്ത 2024 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ BJP ഈ രാമജന്മഭൂമി ശ്രീരാമനെ മുമ്പിൽ നിർത്തിയാണ് ഇവിടെ രാഷ്ട്രീയം പയറ്റിയത്. ഇവർക്ക് മറ്റൊരു ലെഗസി ഇല്ല. എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ വെച്ച പങ്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഈ പാർട്ടി എന്തെങ്കിലും ചെയ്തതിനെക്കുറിച്ചോ ഒരു ലെഗസി, ഒരു പാരമ്പര്യം, ഒരു പൈതൃകം പറയാനില്ലാത്തൊരു പാർട്ടി ശ്രീരാമനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഇതുവരെയുള്ള രാഷ്ട്രീയം കളിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ രാഷ്ട്രീയ കളി തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്ന ആരാണ്? ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പ്രതിഷ്ഠാകർമ്മം പോലും നടത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണത്രേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനത് മനസ്സിലാക്കുന്ന കാര്യമാണ്. ശരിയാണോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിത ശ്രേഷ്ഠന്മാരാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഭൂമി പൂജ നടത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഇതൊരു BJP ചടങ്ങായിട്ട് മാറ്റി ഇതുവഴി വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാറ്റുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൽ പങ്കെടുക്കണോ. പക്ഷേ ഞാൻ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു സന്നിഗ്ധാവസ്ഥ എന്ന് പറഞ്ഞത്, അതിൽ പങ്കെടുത്തില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഹിന്ദു വിരുദ്ധ പാർട്ടി എന്നുള്ള ഒരു ആരോപണം ഉണ്ടാവും. പങ്കെടുത്താൽ ഇത് മൃദു ഹിന്ദുത്വം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹിന്ദുത്വം, BJPയുടെ ഹിന്ദുത്വ ട്രാപ്പിൽ BJP ചമച്ച ഒരു രാഷ്ട്രീയ തന്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു കെണിയിൽ കോൺഗ്രസ് വീണുപോയി എന്നുള്ള ഇത് വരും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാം, അതവിടെ സംഭവിക്കട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ ചില ക്രെഡൻഷ്യൽസ് ഉണ്ട്. അത് നിരപേക്ഷതയാണ്. അതാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു എടുത്തത്. ആ കാഴ്ചപ്പാട് ഞാനൊരു വാചകം കൂടെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു നിലപാട് കൃത്യമായിട്ട് എടുക്കുകയും ഇത് ജാനുവരി 22-നാണ് നടക്കുന്നത്. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയം
കോൺഗ്രസിനുണ്ട്. ഈ സമയം ഉപയോഗിച്ച് ഈ നിലപാടെടുക്കുകയും ഇതിലെ രാഷ്ട്രീയ തന്ത്രം, രാഷ്ട്രീയ അടവ്, രാഷ്ട്രീയ അജണ്ട അത് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാനുള്ള അവസരം ഉപയോഗിക്കുകയുമാണ് ഒരു പ്രായോഗിക നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടതെന്നാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. കോൺഗ്രസിനുള്ളിൽ നിന്നുയരുന്ന വിമർശനമാണ് കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പയറ്റുന്നു എന്ന്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? അതായത് കോൺഗ്രസ് നിങ്ങളോട് ഏറ്റുമുട്ടുന്നത് നിങ്ങളുടെ അതേ ആയുധം കുറച്ചുകൂടി മൂർച്ച കുറഞ്ഞ അവസ്ഥയിൽ കൈവശം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണോ നിങ്ങൾ കാണുന്നത്? ഈ ഹിന്ദുത്വം, മൃദു ഹിന്ദുത്വം, ഹാർഡ് ഹിന്ദുത്വം അങ്ങനൊന്നും ഹിന്ദുത്വത്തിനില്ല. ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ, അത് ഈ നാടിൻ്റെ പാരമ്പര്യമാണ്. അതിൽ എല്ലാ അർത്ഥതലങ്ങളിലുമുള്ള വികാരങ്ങളുണ്ട്. സാമദാന ഭേദദണ്ഡ കാഴ്ചപ്പാട് ഹിന്ദുത്വത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് ഇവിടുത്തെ പരമ്പരയുടെ കാഴ്ചപ്പാടാണ്. ഗുരുവചനം നൽകി ശിഷ്യന്മാരേക്ക് ബോധനം ചെയ്ത സന്യാസി വര്യരുടെ പാരമ്പര്യമാണ് ഹിന്ദുത്വത്തിൻ്റെ പാരമ്പര്യം. പക്ഷെ അതേ സമയത്ത് അധർമ്മത്തിനെതിരെ സ്വന്തം ചക്രായുധമെടുത്ത ശ്രീകൃഷ്ണൻ്റെ പാരമ്പര്യവും ഹിന്ദുത്വമാണ്. അതുകൊണ്ട് ഹിന്ദുത്വത്തിൽ ഹാർഡ് സോഫ്റ്റ് എന്നൊന്നില്ല, ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ. ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ഹാർഡ്നെസ് അല്ല, ഹിന്ദുത്വത്തിൻ്റെ സോഫ്റ്റ്നെസ്സുമല്ല. കോൺഗ്രസ് നടത്തുന്നത് രാഷ്ട്രീയ തട്ടിപ്പിൻ്റെ ഹാർഡ്നെസ്സാണ്. ബി.ജെ.പി രാഷ്ട്രീയ തട്ടിപ്പുമായിട്ടല്ല ഹിന്ദുത്വത്തെ കാണുന്നത്. ഞങ്ങൾ ഹിന്ദുത്വത്തെ കാണുന്നത് ഭാരതത്തിൻ്റെ പാരമ്പര്യം, ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ ദേശീയത. അതിൽ മതമില്ല, അത് മതമല്ല. മതവും സംസ്കാരവും രണ്ടാണ്. രാമജന്മഭൂമി പ്രക്ഷോഭമൊക്കെ വരുന്നത്, രാമജന്മഭൂമി പ്രക്ഷോഭം ബി.ജെ.പിയുടെ കാഴ്ചപ്പാടൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ്, കഴിഞ്ഞ 5 നൂറ്റാണ്ടായി രാമജന്മഭൂമി പ്രക്ഷോഭം നടക്കുകയാണ്. ആ പ്രക്ഷോഭം സരയുവിൽ നിന്ന് രാമജന്മഭൂമിയിൽ സ്ഥാപിക്കാനുള്ള പ്രക്ഷോഭമാണ്. അത് അക്ബറിനെതിരെ ഉണ്ടായിരുന്നു, അത് ബാബറിനെതിരെ ഉണ്ടായിരുന്നു, അത് ഔറംഗസീബിനെതിരെ ഉണ്ടായിരുന്നു, അത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിരുന്നു, അത് 47-ന് ശേഷം വീണ്ടും നിരന്തരമായി അന്നത്തെ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നു, അത് തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഭാരതത്തിൻ്റെ പാരമ്പര്യം ഹിന്ദുത്വമാണെന്നും ആ പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ ദേശീയതയെന്നും ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമല്ലെന്നും മതം എന്ന് പറയുന്നത് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പോലെയാണെന്നും സ്വന്തം പല്ല് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം സ്വന്തം ബ്രഷാണെന്നും ശിവനെ പൂജിക്കുന്ന ശൈവമതവും ശക്തിയെ പൂജിക്കുന്ന ശക്തേയ മതവും വിഷ്ണുവിനെ പൂജിക്കുന്ന വൈഷ്ണവ മതവും സരസ്വതിയെ പൂജിക്കുന്ന സാരസ്യ മതവും ആരെയും പൂജിക്കാത്ത ചാർവാക മതവും ബുദ്ധനെ പൂജിക്കുന്ന ബുദ്ധമതവും ജൈനനെ പൂജിക്കുന്ന ജൈന മതവും ക്രിസ്തുവിനെ പൂജിക്കുന്ന ക്രിസ്തു മതവും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതവും ഇതെല്ലാം തന്നെ ഹിന്ദുത്വത്തിൻ്റെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പരമ്പരയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അവിഛിന്നങ്ങളായ ഉദാഹരണങ്ങളാണ്. ഇതൊന്നും മതം എന്ന് പറയുന്നത് ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും ഇതിനെയെല്ലാം സമാഹരിക്കുന്ന സമുച്ചയമായ പാരമ്പര്യമാണ് ഹിന്ദുത്വം. അത് മതമല്ല. അതാണ് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ആ സുപ്രീം കോടതി പറഞ്ഞ അതേ കാഴ്ചപ്പാടിലാണ് ബി.ജെ.പി. അതുകൊണ്ട് ശ്രീരാമൻ അത് മതത്തിൻ്റെ ചിഹ്നമല്ല. ശ്രീരാമൻ ദേശീയതയുടെ പ്രതീകമാണ്. എന്തുകൊണ്ടാണ് ദേശീയത പ്രതീകമാകുന്നത്? ലങ്ക സ്വർണ്ണമയി രാമ എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു രാമായണത്തിൽ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജനനീ ജന്മഭൂമിശ്ച സ്വന്തം നാടിന് മാതൃത്വത്തോടു കൂടിയുള്ള സ്വന്തം നാടിൻ്റെ പാരമ്പര്യവും സ്വന്തം നാടാണ് ലോകത്തിലെ മറ്റേതിനേക്കാൾ മഹത്വരം. ആ കാഴ്ചപ്പാടാണ് ബി.ജെ.പിക്ക്. ആ കാഴ്ചപ്പാട് കോൺഗ്രസിനില്ല. കോൺഗ്രസിന് സ്വന്തം നാടിനെ അതിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും സവിശേഷമായ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടല്ല കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട്. സ്വന്തം മാതൃരാജ്യം എന്ന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അതുകൊണ്ട് 17ആയി വിഭജിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു. ഈ ഭാരതത്തെ 2ആയി വിഭജിക്കാൻ കൈ ഉയർത്തിയതിൽ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ആ ഒരു വിരാടമായ രൂപത്തെ മാതൃഭൂമിയെ ആ രീതിയിൽ കാണാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ദേശീയത എന്ന് പറയുന്നത് ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്.
അത് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അതുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കലാണ്, ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് ദേശീയത എന്ന പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതിനകത്തൊരു കോംപ്രമൈസുമില്ല. ഇപ്പം നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞത് കേട്ടു, രാമൻ്റെ വിഗ്രഹം സരയൂരിൽ എറിയണമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു എന്ന്. ഞാൻ കേട്ടതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വിഡ്രോ ചെയ്തോളൂ. ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴാണ് ഇത് കേട്ടത്. അപ്പോൾ സരയൂ നദിയിൽ രാമൻ്റെ വിഗ്രഹം വലിച്ചെറിയണമെന്ന് ജവഹർലാൽ നെഹ്റു പറയുമോ? അങ്ങനെ പറയുന്ന ഒരു നെഹ്റുവിനെ നമുക്ക് മതേതര നെഹ്റു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അന്ന് ഒന്നുകിൽ അദ്ദേഹം മതത്തിനെതിരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഹിന്ദു സമൂഹത്തിനെതിരാണ്, അല്ലെങ്കിൽ അദ്ദേഹം രാമനെതിരാണ്. പൂർത്തീകരിച്ചില്ല. അത് ദീർഘമാണ്. ഒരു വരി കൂടെ ഉള്ളൂ. ഇല്ല, ഞാൻ ദീർഘത്തിലേക്കൊന്നും പോകുന്നില്ല. സണ്ണിക്കുട്ടി പറഞ്ഞതിനൊരു മറുപടി പറയണമല്ലോ. അദ്ദേഹം പറഞ്ഞു BJPക്ക് ലെഗസി ഇല്ല. സണ്ണിക്കുട്ടിയോട് എനിക്ക് വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു, 1980 BJP ഉണ്ടായത്. അതിനുശേഷം അതിനു മുമ്പ് ജനസംഘമായിരുന്നു. ജനസംഘത്തിൻ്റെ ലെഗസി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഞങ്ങളുടെ ലെഗസിയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ലെഗസി എന്താണെന്ന്, കോൺഗ്രസിൻ്റെ ലെഗസി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അന്നത്തെ കോൺഗ്രസ് മരിച്ചുപോയി, അതിനെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞതാണ്. പക്ഷെ ചോദ്യം ഇത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കയ്യിലുള്ളൊരു സാധനം കാണിച്ചതെന്ന് ഞാൻ നിർത്തുകയാണ്. കാശ്മീരിലെ അബ്ദുള്ള പറയുന്നു, അതാണ് ഫറൂഖ് അബ്ദുള്ള പറയുന്നു, ശ്രീരാമൻ ഭാരതത്തിൻ്റെ പ്രതീകമാണ്, ഇന്ത്യയുടെ പ്രതീകമാണ്. അത് ഹിന്ദുക്കളുടെ എന്ന് മാത്രമല്ല, അത് ഇന്ത്യയുടെ പ്രതീകമാണ്. അതുകൊണ്ട് അങ്ങയുടെ ആദ്യത്തെ അവസരമായതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. എന്നിരുന്നാലും ഞാൻ അങ്ങയുടെ ഒരു ചോദ്യം കൂടി ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനിയും അങ്ങേക്ക് തന്നെ അവസരം നൽകുന്നത് മറ്റുള്ളവരോട് കാണിക്കുന്ന മോശമാകും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് മറ്റതിലേക്ക് പോവുകയാണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഭാരതത്തിന്റെ പാരമ്പര്യം ഹിന്ദുത്വമാണ്. അത് ഊട്ടി ഉറപ്പിക്കാൻ ഉള്ള ഒരു അവസരമായി ഈ പറയുന്ന രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ ചേരിയുടെ ആരോപണം എന്ന് പറയുന്നത്. രാമൻ ദേശീയതയുടെ പ്രതീകമാണ് എന്നും ഭാരതത്തിന്റെ പാരമ്പര്യം ഹിന്ദുത്വമാണ് എന്നും ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടാകും. ഞാൻ പറയുന്നത്, അങ്ങനെ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ അവകാശമുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്ന് പറയണമെങ്കിൽ അതിൽ ഭരണഘടനാ സാധുതയുണ്ടാകണം. നമ്മുടെ ഭരണഘടനയിൽ അതില്ലാത്തിടത്തോളം കാലം എല്ലാവരും രാമൻ ഭാഗമായ അല്ലെങ്കിൽ ദേശീയത ഭാഗമായ രാമസങ്കല്പത്തിലോ രാമൻ ഭാഗമായ ദേശീയതാ സങ്കല്പത്തിലോ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതൊരു അടിച്ചേൽപ്പിക്കലല്ലേ? ഈ ലോകത്ത് ഏതൊരു മതവും എൻ്റേത് മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റാണെന്ന് പറയുന്നതിനാണ് വർഗീയത എന്ന് ലോകത്ത് വിളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, മുസ്ലിം ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പള്ളി പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഹിന്ദുത്വത്തിൻ്റെ അവിഭാജ്യ ഭാഗമല്ലേ. പിന്നെ എന്തിനാ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ്? ഇത് ഹിന്ദുത്വവും അതുപോലെ ഇസ്ലാമിസവും ഒക്കെ ഇതിൻ്റെ അവിഭാജ്യ ഘടകമാണെങ്കിൽ സകല ചരാചരങ്ങളിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണല്ലോ ഹിന്ദു ആശയം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന അടിയന്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ആളുകൾ കൊല്ലപ്പെട്ടത് എന്തിനു മേലെയാണ്? നിശ്ചയമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഹിന്ദു മുസ്ലിം വർഗീയതയുടെ മേലെയല്ലേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത്. എന്നിട്ട് ഇതെല്ലാം സനാതനമാണ്, സനാതന ആയിട്ടാണോ ഈ ആളുകളെ കൊല്ലുന്നത്? ഇപ്പോൾ പശുവിൻ്റെ മാംസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ കൊല്ലുന്നു. ഈ പറയുന്നതെല്ലാം ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ പിന്നെ അതിന് വേണ്ടി നിൽക്കേണ്ട കാര്യം എന്താ? ഹിന്ദു പിന്നെ പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന അന്യായമായ കാര്യം പറയുന്നതാണ് BJPയുടെ വർഗീയത. ഇവിടെ മുഗളന്മാർ ഭരിച്ചിട്ടേ ഇല്ല, ടിപ്പു സുൽത്താൻ ഭരിച്ചിട്ടേ ഇല്ല, ഹൈദരലി ഭരിച്ചിട്ടേ ഇല്ല. ആകെ ഭരിച്ചിരിക്കുന്ന ഹിന്ദുക്കൾ മാത്രമാണ്, ശിവജി മാത്രമാണ്. ഇതാണ് ഈ പിന്നെ വർഗീയത. ഈ വർഗീയതയ്ക്ക് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുവിൽ അവരുടെ മതവിശ്വാസത്തെ വർഗീയമായിട്ട് ഉപയോഗിച്ച് അതിനെ രാഷ്ട്രീയമായി വോട്ടാക്കി മാറ്റുക, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ വർഗീയവാദികളും ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് അധികാര കസേര നിർത്തുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ RSSകാരൻ്റെ, അത് ജനസംഘമില്ല, ഒറ്റ RSSകാരൻ്റെ പേര് പറയട്ടെ ഈ പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് മരിച്ചുകൊണ്ട് ഒരാളുടെ. വെറുതെ പറയല്ലേ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായിരുന്നു RSSകാർ, ഹൈന്ദവ വർഗീയവാദികൾ. അത് ആർക്കറിയാത്തത്? അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പാരമ്പര്യം പറയാനില്ല. സവർക്കർ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഈ ബ്രിട്ടീഷുകാരുടെ സേവ ചെയ്ത് എന്ന് ആർക്കറിയാത്തത്? ഒരു മരിച്ചാൽ പേര് പറയട്ടെ, ഇന്ത്യയിലെ BJPയുടെ നേതാവായിട്ടുള്ള ഒരൊറ്റ മനുഷ്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തു എന്ന് പറയട്ടവർ. അവർക്കൊന്നും അത്തരമൊന്നും പറയാനില്ല. അവർ സ്വന്തം ചരിത്രം ഇന്ത്യ ചരിത്രമാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഹിന്ദു വർഗീയവാദം
ഇന്ത്യയുടെ പാരമ്പര്യമാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ വൃത്തികേടിനെ അതിനോട് കൂട്ടു നിൽക്കണമോ എന്ന് ആലോചിക്കാൻ ഇത്രയേറെ സമയം വേണ്ടി വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഭാരതത്തിന്റെ പാരമ്പര്യം ഹിന്ദുത്വമാണ്. അതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അത് ബാബറോട്, അക്ബറോട്, പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട്, പിന്നീട് 47 മുതൽ ഭരണകൂടത്തോട്, നിയമവ്യവസ്ഥയോടൊക്കെ കലഹിച്ചു നേടിയ വലിയ വിജയം. ആ പാരമ്പര്യം ഹിന്ദുത്വമാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ചടങ്ങാണ് ഈ ജാനുവരി 22-ാം തീയതി BJP ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് അതിനു വേണ്ടിയുള്ളത് എന്നല്ല പറയുന്നത്. അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഇതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അത് തന്നെയാണ് ആവർത്തിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല പ്രചാരണമായി ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടോ? അല്ല, ഇതിലെന്താന്ന് പറഞ്ഞാൽ വർഗീയത മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വരുന്ന ഒന്നാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ്റെ മനസ്സിനകത്ത് എളുപ്പത്തിൽ ഉദ്ദീപിപ്പിക്കാനാവുന്ന ഒന്നാണ് വർഗീയത. ഇപ്പം നിങ്ങൾക്ക് ലോകത്തിലെ പല രാജ്യങ്ങളിലും വർഗീയത നമുക്ക് നടക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ മനസ്സിലുള്ള ആത്മീയമായിട്ടുള്ള മതപരമായിട്ട് വികാരത്തെ ഉദ്ദീപിപ്പിച്ച് അതിനെ കലഹമാക്കി മാറ്റുകയാണ്. അതിനെ വർഗീയത എന്ന് പറയുന്നത്. ആ വർഗീയതയാണ് BJP പയറ്റുന്നത്. ആ വർഗീയതയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്ര ദിവസം രാവിലെ വന്നതല്ലോ. 460 കൊല്ലക്കാലം നിലവിലുള്ളൊരു പള്ളി അത് പൊളിച്ചുണ്ടാക്കിയ ഒന്നല്ലേ ഈ പറഞ്ഞ രാമക്ഷേത്രം. ഇപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ക്ഷേത്രം അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഗവൺമെൻറ് പങ്കുവഹിക്കുന്നത്? പ്രധാനമന്ത്രി അതിൽ പങ്കുവഹിക്കേണ്ട കാര്യം എന്താ? ഒരു ക്യാബിനറ്റ് സെക്രട്ടറി അതിന് വേണ്ടി ഏർപ്പെടുത്തേണ്ട കാര്യം എന്താ? അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അധികാരമാണ് പ്രശ്നം. കോൺഗ്രസിനും അധികാരമാണ്. ഹിന്ദുവിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അധികാര കസേര പോയി പോകുമോ? ഇത് അവരുടെ വിഷയം. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ഡാമേജ് ഏറ്റുവാങ്ങി ഇതിൽ കൂടുതൽ ദുർബലമാകട്ടെ ഈ ഉത്തരേന്ത്യൻ മേഖലയിൽ കോൺഗ്രസ് എന്നുള്ളതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പോൾ സോണിയാഗാന്ധി ഒന്ന് അവിടെ പോകുന്നത് കൊണ്ട്, കോൺഗ്രസിന്റെ ഏതെങ്കിലും ക്ഷണിക്കപ്പെട്ട നേതാവ് അവിടെ പോകുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് മാറണമെന്നില്ല. ഞാൻ തുടക്കത്തിൽ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിനോട് പറഞ്ഞു, പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ടതുപോലെ തന്നെയാണ് അവരും ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ ട്രസ്റ്റ് ക്ഷണിക്കുന്നിടത്ത് ഞങ്ങൾ പോയി വരുന്നു എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകേണ്ടതില്ല, മാറ്റം ഉണ്ടാവുകയുമില്ല. പക്ഷെ മാറി നിൽക്കുന്നതുകൊണ്ട് ഡാമേജ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കും അറിയാം. ആ ഡാമേജിന്റെ ഗുണഭോക്താക്കൾ ആയി കേരളത്തിൽ മാറാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്ത് നിന്നില്ല എന്നങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു പോകുന്നത് കുറച്ചേറിയ നിഷ്കളങ്കതയായി പോയില്ലേ? ഇതിൽ വർഗീയതയെ ചെറുക്കാനുള്ള മാർഗം എന്ത് എന്ന കാര്യത്തിലാണ് കോൺഗ്രസിന് വ്യക്തതയില്ലാത്തത്. വർഗീയത കൊണ്ട് ചെറുക്കാനാവില്ല. വർഗീയതയെ ചെറുക്കണമെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കണം. അത് ഇത്രയും കാലം നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന് ദുർഗതി വന്നത്. ഇപ്പോഴെങ്കിലും നിൽക്കണം നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ചിലപ്പോൾ ചെറിയ നഷ്ടം ഉണ്ടായേക്കും. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ മതനിരപേക്ഷവാദികൾ തങ്ങളുടെ രക്ഷകരായിട്ട് കോൺഗ്രസിനെ കാണും. ശ്രീ പ്രകാശ് മാസ്റ്റർ, തൽക്കാലം ചെറിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ്. അതൊരു ചെറിയ നഷ്ടമാണ് എന്ന് പ്രതിപക്ഷ ചേരി വിചാരിക്കുന്നുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പടിവാതിൽക്കൽ നിൽക്കാൻ പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചാരണ വിഷയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചെറിയ നഷ്ടമാണോ? അത്ര ലഘുവായിട്ടാണോ CPM അതിനെ കാണുന്നത്? ഇതില് ഇന്ത്യ രാജ്യത്ത് ഈ വർഗീയതയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ നീക്കം നടക്കുമ്പോഴും ഒരു 10-35% ആളുകൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള കണക്കുകൾ ഏത് വോട്ടെടുത്ത് പരിശോധിച്ചാൽ കാണുമല്ലോ. അവരുടെ നേതാവായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ് വേണ്ടത്. അതിന് നേതാവായിട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അവര് ഇവിടെ നമ്മുടെ BJP-യുടെ അതേ വർഗീയക്കാരന് കളിച്ച് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് പ്രശ്നം. അവർക്ക് അതുകൊണ്ടാണ് ഇക്കാര്യം ആലോചിക്കേണ്ടി വരുന്നത്. അതവർക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മിണ്ടാൻ പാടില്ല. ഇതല്ലേ കോൺഗ്രസ് പറഞ്ഞത്? ഈ വിഷയം വന്നോടനെ തന്നെ മതനിരപക്ഷ പാർട്ടി പറഞ്ഞിട്ടുണ്ട്, ഇത് വർഗീയത ശക്തിപ്പെടുത്താനാണ്, അധികാര കസേരക്ക് വേണ്ടിയാണ്, ഞങ്ങൾ പങ്കെടുക്കില്ല. അത് പറയാൻ കഴിയണ്ടേ കോൺഗ്രസിന്? കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ അതായിരുന്നില്ലേ? അപ്പോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദുത്വ നിലപാട് അതാണ് അവർക്ക് വിനാശകരമാകുന്നതെന്ന് നിർഭാഗ്യവശാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് പ്രശ്നം. ശരി ശരി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അന്ന് സുധീരൻ നേരത്തെ പറഞ്ഞ കത്തിൽ എഴുതിയത് ഇന്ദിരയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ മനസ്സിലേക്ക് കോൺഗ്രസ് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ പ്രകാശ് മാസ്റ്റർ സൂചിപ്പിച്ചു, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ എടുത്ത അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, 82-ൽ വിരാട് ഹിന്ദു സമാജ്, 83-ൽ VHPയുടെ ഏകതാ യാത്രയിൽ ഒരുപക്ഷെ
ഇന്ദിരാഗാന്ധി പോയേക്കും എന്നതുപോലും പറഞ്ഞിരുന്നു. പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. 84 ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഓർഗനൈസർ എഴുതിയത് ട്രയംഫ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. 89 രാമരാജ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി എന്ന്. ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്തു പറയുന്നത് CPM തന്നെയാണ്. പക്ഷെ ഇതൊന്നും വിശദീകരിക്കാൻ കഴിയാത്ത, ഇതൊന്നും വിശദീകരിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും അവനവന്റെ തലയ്ക്ക് മുകളിൽ തന്നെ വന്നു വീഴുന്ന വാളായി രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറി നിൽക്കുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ടെങ്കിൽ അത് ആശയ അടിത്തറയുടെ പ്രശ്നമാണ്. അവനവൻ എന്താണ് പറയുന്നത് എന്നതിൽ വ്യക്തതയില്ലായ്മ ഒന്ന്. പ്രകാശ് മാസ്റ്റർ ചോദിച്ചിരിക്കുന്നു, മിണ്ടി പോകരുത് എന്നതല്ലേ പറയാനുള്ളത്? അല്ലാതെ എല്ലാവരും മിണ്ടാൻ ഒരു അഭിപ്രായം പോലും കോൺഗ്രസിന് ഇല്ല എങ്കിൽ പിന്നെ എന്തു ചെയ്യും? മാധു, കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അവരിതുവരെ പറഞ്ഞിട്ടില്ല. അവരൊരു നിലപാടെടുക്കാതെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ബാബരി മസ്ജിദ് പൊളിച്ചപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അവിടെ മസ്ജിദ് പോയി, അവിടെ ഒരു ക്ഷേത്രം വന്നു. ക്ഷേത്രം വന്നത് മാധു നമുക്കറിയാം വളരെ ചതിയുടെയും വഞ്ചനയുടെയും വഴികളിലൂടെ. 1949 അതിനുള്ളിലേക്ക് വിഗ്രഹങ്ങൾ കടത്തുകയായിരുന്നു, സ്മഗിൾ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ ആരാധന മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീടത് തുറന്നു, പിന്നീടത് വലിയ സമരങ്ങളുണ്ടായി, ആയിരക്കണക്കിന് ആളുകളുടെ ചോര വീണ രഥയാത്ര നടന്നു. ഇതൊക്കെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു അവർക്കൊരു ലെഗസി ഇല്ല എന്നുള്ളത്. അവർക്ക് ആ കൂടെയുള്ള ശ്രീരാമൻ മാത്രമാണ്. ശ്രീരാമനെ വിൽക്കുക, ശ്രീരാമനെ മുതലാക്കുക, അത് മാത്രമാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് മാധു, ഞാൻ ആ സുപ്രീം കോടതി വിധിയിലേക്ക് ഞാൻ മാധുവിൻ്റെയും ഈ പ്രേക്ഷകരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്തായിരുന്നു സുപ്രീം കോടതി വിധി? 3 കാര്യങ്ങൾ കോടതി പറഞ്ഞു. അതായത് കഴിഞ്ഞ 500 കൊല്ലമായി അവിടെ ബാബരി മസ്ജിദ് നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല, ബാബരി മസ്ജിദ് പൊളിച്ചതൊരു ക്രിമിനൽ കുറ്റമാണ്, തെറ്റാണ്. എങ്കിലും ഞങ്ങൾ ഈ ഭൂമി രാമജന്മഭൂമി ട്രസ്റ്റിന് വേണ്ടി, അതിനുവേണ്ടി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇത് നേരത്തെ മാധു ഈ ക്ഷണത്തിലെ ഓരോരുത്തരെയും ക്ഷണിച്ചതിലെ പറ്റി പറഞ്ഞല്ലോ, അതത്ര നിഷ്കളങ്കമാണോ? അത്ര നിഷ്കളങ്കമാണോ ഈ ക്ഷണം? ഈ രാമജന്മഭൂമി തീർത്ത് പ്രതിഷ്ഠ ട്രസ്റ്റാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ അദ്വാനിയോട് എന്താ പറഞ്ഞത്? മുരളി മനോഹർ ജോഷിയോട് എന്താ പറഞ്ഞത്? പറ്റുമെങ്കിൽ വരാതിരിക്കണം. കാരണം ഈ ക്ഷേത്രം അവിടെ ഉണ്ടാകുന്നതിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലെ പ്രധാനപ്പെട്ട കാരണക്കാരായ 2 പേര് അവരവിടെ വരികയാണെങ്കിൽ ഈ ചടങ്ങിൻ്റെ ഏറ്റവും കേന്ദ്രീകൃത ബിന്ദുവായി മാറാൻ ആഗ്രഹിക്കുകയും BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ മോഡിയുടെ അവിടുത്തെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത്. വരരുത് എന്നാണ് പറഞ്ഞത്. പിന്നീടത് മാറ്റി അദ്ദേഹത്തെ പോയി കണ്ടു, വേണമെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, സോണിയാഗാന്ധിയെ ക്ഷണിച്ചു, അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചു, മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളെയൊക്കെ ക്ഷണിച്ചു. എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ശ്രീമതി ദ്രൗപദി മുർമുവിനെ ഈ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ടോ? ഇത് ദേശീയതയുടെ വിജയമാണ്. ഞങ്ങൾ ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ശ്രീരാമൻ ദേശീയ പ്രതീകമാണ്, ഇന്ത്യയുടെ പ്രതീകമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരയെന്നോ എന്താ പറയുക, ഫസ്റ്റ് സിറ്റിസൺ. ഇന്ത്യൻ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടുണ്ടോ? ശ്രീ ഗോപാലകൃഷ്ണൻ കറക്റ്റ്, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് തിരുത്താം. എൻ്റെ അറിവുകളോടത്തോളം കാലം ക്ഷണിച്ചിട്ടില്ല. എന്തിന്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന്. മധു, ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറയുന്നത് രാജ്യസഭയും ലോക്സഭയും ഇന്ത്യൻ രാഷ്ട്രപതിയും കൂടെ ചേരുമ്പോഴാണ്, അവർ 3 പേരും കൂടെ ചേരുമ്പോഴാണ് ഇന്ത്യൻ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല. ക്ഷണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു രാഷ്ട്രീയ ചടങ്ങാണ്. ഇത് BJPയും RSSും ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ പോകണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ, ഈ ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റിൻ്റെ തീർത്ഥ പ്രതിഷ്ഠ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചമ്പത് റായ് എന്ന് പറയുന്ന ഒരാളാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. BJPയുടെ RSSൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഈ ചടങ്ങിനെ പറ്റി പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത്
സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നതിൽ 4ാമത്തേതാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. ഒന്നാമത്തേത് 47 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. രണ്ടാമത് 1977 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് കളമൊരുക്കി. മൂന്നാമത്തേത് കാർഗിൽ യുദ്ധവിജയം. കാർഗിൽ യുദ്ധവിജയം അവിടെ നിൽക്കട്ടെ, കാർഗിലിൽ ആരുടെ കാലത്താണ് പാകിസ്ഥാൻകാർ കയ്യേറിയതെന്നും ഒക്കെ അറിയാം. പിന്നീട് അവരെ അടിച്ചോടിച്ചു എന്നുള്ളത് ശരിയാണ്. ഇത് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഈ 3 സ്വതന്ത്ര ഭാരതത്തിലെ ഈ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കൊപ്പം 4ാമത്തെ പ്രധാന ദേശീയ സംഭവമായി ഇതിനെ മാറ്റണം. ആ ദേശീയ സംഭവം, അതിൻ്റെ പ്രതിഷ്ഠ പോലും നടത്തുന്നത് മോഡിജിയാണെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആണെന്ന് പറയുന്നു. അതിൽ കോൺഗ്രസ്സുകാരുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട്, അവരുടെ പ്രാതിനിധ്യം ഉള്ളപ്പോഴാണല്ലോ ഇതൊരു ദേശീയ സംഭവമായിട്ട് മാറുന്നത്. അങ്ങനെ ചരിത്രത്തെ മാറ്റി എഴുതാനുള്ളൊരു വലിയ അജണ്ട. 2024 തെരഞ്ഞെടുപ്പാണ് ഇമ്മീഡിയറ്റ് ലക്ഷ്യമെങ്കിൽ, പെട്ടെന്നുള്ള ലക്ഷ്യമെങ്കിൽ ഇതിനെ മാറ്റിയെടുത്ത്, കാരണം ഇത് കാലാകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ഇനിയും തെരഞ്ഞെടുപ്പിൽ ഈ 2024 കഴിഞ്ഞ 29, 30 തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണം. വേറൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം മാത്രമാണ്. അതിനു വേണ്ടിയുള്ള അജണ്ടയാണ്. അവിടെയാണ് മാധു എന്നോട് ചോദിച്ച ചോദ്യം. കോൺഗ്രസ് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ഒരു പരിപാടി ഞാൻ പറഞ്ഞോട്ടെ, രാഷ്ട്രീയമായിട്ട് നമ്മളതിനെ ചിന്തിക്കണം. ഇവിടെ ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ പോലെ അധികാരവും വോട്ടും ഒക്കെ തന്നെ വളരെ പ്രധാനമാണ്. ഇത് പോയാൽ എന്താണ് പ്രയോജനം, പോയില്ലെങ്കിൽ എന്താണ് പ്രയോജനം? ഇത് കോൺഗ്രസ് ഇന്നൊരു വല്ലാത്ത, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ BJPയാണ്. യാതൊരു സംശയമില്ല. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി അതിനെ എല്ലാ തരത്തിലും രാഷ്ട്രീയ മുതലെടുപ്പിന് അവർ ഡ്രൈവിംഗ് സീറ്റിലാണ്. അതാണ് പ്രശ്നം. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞു 84-ൽ രാജീവ് ഗാന്ധി വിജയിക്കുമ്പോൾ അത് ഹിന്ദുത്വയുടെ വിജയമാണ് എന്ന് ഓർഗനൈസർ പ്രഘോഷിച്ചിട്ടുണ്ട് എന്ന്. അതായത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അത് രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിന്റെ പ്രധാന തന്ത്രജ്ഞനായ അരുൺ നെഹ്റുവും ഹിന്ദു ഏകീകരണം തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ളൊരു ഒരു റെഡിമെയ്ഡ് റെസിപ്പിയായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഭാഗം തുറന്നു കൊടുത്തതും ഒരു വിധി വന്നത് നമുക്കറിയാം. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു പരാതി വരുന്നു. പരാതി വന്ന് പിറ്റേ ദിവസമാണ് വിധി കോടതിയിൽ നിന്ന് വരുന്നത്. അതും പ്രധാനപ്പെട്ട കേസ് കോടതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഈ പറയുന്ന ഹിന്ദു ഏകീകരണത്തിന് കോൺഗ്രസ് പരിശ്രമിച്ചിട്ടുണ്ട്, അതിലൂടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വലിയ ആരോപണം കോൺഗ്രസ് നേരിടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് ക്രെഡിറ്റ് ആയി ഏറ്റെടുക്കുന്നത് BJPയാണ്. കോൺഗ്രസ് നേരത്തെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്താണല്ലോ പറഞ്ഞത്, ഞങ്ങളുടെ ലക്ഷ്യവും ഹിന്ദു രാഷ്ട്രമാണ്. പറയേണ്ട കാര്യം നിങ്ങൾക്ക് വ്യാഖ്യാനം എന്തോ ആവാം. ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ BJP ശ്രമിക്കുമ്പോൾ ഞങ്ങളും ശ്രമിക്കുന്നത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ തന്നെയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിനാ? പറയുന്നത് ഈ പഴയ നിലപാട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്നതേ അങ്ങനെയല്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് CPM-ന് നല്ല വ്യക്തതയുമുള്ള കാര്യമാണ്. BJP പറയുന്ന ഭാഷയിൽ അതിനെ കൗണ്ടർ ചെയ്യുന്നത് കഷ്ടമാണ്. അല്ല, അതാണ് നിങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങനെ പറയണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് BJP പറയുന്ന അതേ വാചകം രാഹുൽ ഗാന്ധി വലിയ പ്രശ്നത്തെ നുണകൾ പറയാതെ നുണകൾ നിങ്ങൾക്ക് സണ്ണിക്കുട്ടി, നിങ്ങൾക്ക് ഈ രാജ്യം ചെന്നുപെട്ട ഗുരുതരാവസ്ഥയെക്കുറിച്ച് ബോധ്യമില്ല. മോഡിയെ മഹത്വവൽക്കരിക്കാൻ രാമൻ ഉപയോഗിക്കുന്നു. ഇതാണ് അതിൽ പങ്കെടുക്കണമോ വേണ്ടയോ? എന്താ സംശയം? മോഡിയെ മഹത്വവൽക്കരിക്കാൻ ഞാൻ ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയില്ല. സംശയിക്കേണ്ടി വരുന്നൂടാ. അതെ, കൃത്യമായിട്ട് അതല്ലേ വസ്തുത. അതിന് ഞങ്ങൾ കൃത്യമായിട്ട് ധാരണയുണ്ട്. ഇത് മോഡിയെ മഹത്വവൽക്കരിക്കാനാണ്, രാമനോടുള്ള ഒരു ഇഷ്ടമല്ല. അപ്പോൾ മോഡിയെ മഹത്വവൽക്കരിക്കാൻ സോണിയാഗാന്ധി പോകണമോ? ഇത് വേണുഗോപാൽ എന്താ പറഞ്ഞത്? വേണുഗോപാൽ പറഞ്ഞു അവരെ ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. ആണോ? ഖാർഗെ ക്ഷണിച്ചത് വ്യക്തിപരമായിട്ടാണോ? സോണിയാഗാന്ധി ക്ഷണിച്ചത് വ്യക്തിപരമായിട്ടാണോ? അല്ലല്ലോ. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടി ഇത്രയേറെ പാടുപെടുന്ന ഒരു ശ്രമത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഈ രാമൻ ഹിന്ദുവിന്റെ രാമനല്ല, ഇത് ഹിന്ദുവിന്റെ വിശ്വാസമല്ല, ഇത് മോദിക്ക് വേണ്ടി രാമനെ കീഴ്പ്പെടുത്തുകയാണ്. ഇത് പറയണ്ടേ? ഇത് പറയാൻ ധൈര്യം കാണിക്കണ്ടേ കോൺഗ്രസ്? അത് കാണിക്കാതെ ഇത്രയും ദിവസമായിട്ട് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ ഇത്രയും ദിവസമായിട്ട്
ഒരു തീരുമാനമെടുക്കാനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അത് അവർക്കുള്ള അധികാര കസേരയുള്ള പ്രേമാണ്, മൃദു ഹിന്ദുത്വ നിലപാടാണ്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു കഴിവ് കാണാൻ ഇതിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്. അത് കൃത്യമായ നിലക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം പിന്നെ ഇല്ലാതെ. ഇപ്പോൾ ഒറ്റ പള്ളിയല്ലല്ലോ, ഇതിപ്പോൾ ബാബറി മസ്ജിദ്, എല്ലാ പള്ളികളും പൊളിക്കാനല്ല ആലോചിക്കുന്നത്. ഇന്ത്യയിൽ ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട്. ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ പള്ളിയുടെയും അടിയിൽ പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നോ പരിശോധിക്കുകയാണല്ലോ. എവിടേക്കാണ് രാജ്യത്ത് എത്തിക്കുക? നമ്മൾ ഇന്ത്യ രാജ്യം ഒരു അഗാധമായ ഗർത്തത്തിന്റെ തൊട്ടുമേലെയാണ്. അതിലേക്ക് ഏത് നിമിഷവും നമ്മൾ നിബന്ധിക്കാം. ഈ ഗുരുതരാവസ്ഥയെ കോൺഗ്രസ് കാണണ്ടേ? അത് കാണുമെങ്കിൽ ഇത്തരം നിലപാടെടുക്കാൻ വേണ്ടി കഴിയോ? ഇതാണ് പ്രശ്നം. അതായത് കോൺഗ്രസും CPM-ഉം മറ്റ് 24 പാർട്ടികളും ചേർന്നൊരു വലിയ പ്രതിപക്ഷ ചേരി നിങ്ങൾക്കെതിരെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 2024 മോദിക്ക് എളുപ്പമായിരിക്കില്ല എന്നവർ പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 22-ന് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകുന്ന അതിന്റെ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്. അത് BJPക്ക് വലിയ തോതിൽ നിങ്ങളുടെ തന്നെ ഒരു വലിയ പോരാട്ടമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ നേട്ടത്തിന് ഇന്ധനമാവുകയും ചെയ്യും. അവിടെ കേരളത്തിൽ നടക്കുന്ന ഈ പോരാട്ടത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒറ്റുകൊടുക്കലിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാം, പക്ഷേ എനിക്ക് സമയം തരണം. രണ്ടാം വട്ടം നിങ്ങൾ 2 പ്രാവശ്യം അവരുടെ അടുത്ത് പോയതിന് ശേഷമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നത്. 2-3 ആൾക്കാർ പറഞ്ഞതിന് സമയം തരണം. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നട്ടല് മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും മുമ്പിൽ പണയം വെച്ചിരിക്കുകയാണ്. ഞാനൊരു ചെറിയ സിമ്പിളായിട്ട്, വളരെ സിമ്പിൾ ലോജിക്ക്, ഇതൊരു മുസ്ലിം ദേവാലയം. കാരണം രാമക്ഷേത്രവും പള്ളിയും രണ്ടും അവിടെ പണിയണം. ആദ്യം പണിഞ്ഞത് അവിടെ പള്ളിയായിരുന്നു, മുസ്ലിം മോസ്കായിരുന്നു എന്ന് വിചാരിക്കുക. ഈ കോൺഗ്രസ് ഈ തർക്കം ഉന്നയിക്കോ? കോൺഗ്രസ് അതിൻ്റെ മുന്നിലുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രം, രാമക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രം കോൺഗ്രസ് വിമുഖത കാണിക്കുന്നത്? കോൺഗ്രസ് വിമുഖത കാണിക്കുന്നത് അവരുടെ നിയതിയാണ്, അത് രക്ഷയില്ല. കാരണം സുപ്രീം കോടതിയിൽ 24 അഭിഭാഷകരെ കൊണ്ടുവന്ന് രാമക്ഷേത്രം പണിയാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചവരാണിവർ കോൺഗ്രസ്സുകാർ. അത് അവരുടെ നിയതിയാണ്, അവർക്കതിനുള്ള യോഗമില്ല. പക്ഷേ ലോജിക്കലായിട്ട് ഞാൻ ചോദിക്കുക, ഇതൊരു മുസ്ലിം പള്ളിയായിരുന്നെങ്കിൽ ഈ നിലപാട് സ്വീകരിക്കുമോ? നമ്പർ 1. നമ്പർ 2, അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയുക ഈ പ്രകാശം മാഷ്. എൻ്റെ മാഷ കുറച്ചുകൂടെ സെൻസിബിളായിട്ട് സംസാരിക്കുക. നമ്മളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ചർച്ച ചെയ്യാൻ വരുന്നതല്ലേ. ഗവൺമെൻറ്റിന് എന്താ അവകാശം? രാമക്ഷേത്രം പണിയാനായിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി എന്തിനാണ് പോണേ? എൻ്റെ മാഷ ആ വിധി എടുത്തൊന്ന് പഠിച്ചു വായിക്കേ. സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ വന്നിരിക്കുന്നത്. മാഷി വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറയല്ലേ. ഗവൺമെൻറ്റിന് നയാ പൈസ ഇല്ല, ഗവൺമെൻറ് നേരിട്ടല്ല ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ഉണ്ടാക്കേണ്ട ചുമതല ഗവൺമെൻറ്റിൻ്റെയാണ്. അതാണ് സുപ്രീം കോടതി വിധി. അത് പള്ളിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെ പള്ളിയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ പള്ളിയുടെ പണിയും നടക്കും അവിടെ. ആ പള്ളിയുടെ ചടങ്ങും ഇതേപോലെ തന്നെ ഒരു ട്രസ്റ്റാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചോദിക്കുക, ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ക്ഷേത്ര സംരക്ഷണമാണോ? ക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ ഗവൺമെൻറ് പങ്കെടുക്കാൻ പറ്റുമോ? എൻ്റെ പൊന്ന് പ്രകാശം മാഷ പോയിട്ട് പിണറായി വിജയനോട് പറ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവനും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ. ഗുരുവായൂർ ക്ഷേത്രം ഭരിക്കുന്നത് നിങ്ങളല്ലേ? ശബരിമല ക്ഷേത്രം ഭരിക്കുന്നത് നിങ്ങളല്ലേ? കേരളത്തിലെ ദേവസ്വം ബോർഡിലെ 10,000 ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രം മുഴുവൻ ഭരിക്കുന്നത് ഈ ഗവൺമെൻ്റ് അല്ലേ? ഗവൺമെൻറ് ക്ഷേത്രം ഭരിക്കാം, ക്ഷേത്രത്തിലെ പണം കൈയിട്ട് വരാം, ക്ഷേത്രത്തിൽ തോന്നിവാസം ചെയ്യാം, ക്ഷേത്രത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇവിടെ ഹിന്ദുക്കളുടെ കാര്യം മാത്രം ചോദിക്കാൻ ആളില്ല. ക്ഷേത്രമൊക്കെ കയ്യിൽ വെക്കാം, പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് പോകാൻ പാടില്ല. ആദ്യമേ ഈ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പറയണമെന്ന് സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ്, BJP പറയുന്നതിന് മുമ്പ്, ബാക്കിയുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാ 1987 ജനുവരി മാസം 14-ാം തീയതി. നിങ്ങളിപ്പോൾ ചർച്ചയിൽ വന്നിട്ട് പറയും അതൊക്കെ ഞങ്ങൾ മാറ്റി പറഞ്ഞു എന്ന്. ഞാൻ മാതൃഭൂമി പത്രത്തിൽ അത് മാറ്റി പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ മാതൃഭൂമി പത്രം ശേഖരിച്ചു. മാറ്റി പറഞ്ഞിട്ടില്ല. ജനുവരി 14-ന് ശേഷം ജനുവരി 20 വരെയുള്ള 1987 ജനുവരി 14-ന് ശേഷം 20 വരെയുള്ള മാതൃഭൂമി പത്രം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിനു വേണ്ടി പോയി ശേഖരിച്ച് അത് എടുത്തു വച്ചിട്ടുണ്ട്. എവിടെയും മാറ്റി പറഞ്ഞിട്ടില്ല. ഇനി അതെനിക്ക് വിഷയമല്ല, അത് പൊക്കോട്ടെ. അത് മാറ്റി പറയാതിരിക്കുക എന്ത് വേണം ചെയ്തോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കിതിനൊക്കെ പറ്റിയൊക്കെ പറയാനായിട്ടുള്ള ഒരു അവകാശവുമില്ല. കാരണം എന്താ? നിങ്ങൾ തുടക്കം മുതൽ രാമക്ഷേത്രത്തിനെതിരായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുന്നു. പക്ഷെ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കോൺഗ്രസിനെ നിങ്ങൾക്ക് വെട്ടിലാക്കണം. കോൺഗ്രസ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അവരുടെ നട്ടെല്ല് വളഞ്ഞുപോയി.
സമസ്തയുടെ മുമ്പിൽ, ലീഗിന്റെ മുമ്പിൽ. കോൺഗ്രസിന്റെ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ്സുകാരാ, സമസ്തയല്ല. സണ്ണിക്കുട്ടി അതാണ് ആദ്യം പറയേണ്ടത്. സമസ്തയല്ല തീരുമാനിക്കുക, കോൺഗ്രസ് തീരുമാനിക്കുക. പോകണോ വേണ്ടയോ അത് വേറെ വിഷയം. ഇപ്പോൾ നേരത്തെ പ്രകാശം മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നിങ്ങൾ ഒറ്റുകാരാണ്. ബ്രിട്ടീഷുകാർ കോൺഗ്രസ്സുകാരെ നിരോധിക്കുന്നതിൻ്റെ മുമ്പ് ബ്രിട്ടീഷുകാർ ആദ്യം നിരോധിച്ച സംഘടന ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ സംഘടന പേരാ RSS. RSSനെയാണ് ആദ്യം നിരോധിച്ചത്. ചെറിയ വിഷയത്തിൻ്റെ പേരില്ല. BJPയുടെ ലെഗസി ഭയങ്കര ലെഗസിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ ലെഗസി എന്ന് പറയുന്നത് ഇന്ത്യൻ പാരമ്പര്യമാണ്, ഇന്ത്യൻ സംസ്കാരമാണ്. അതാണ് ഞങ്ങളുടെ ലെഗസി. അത് 1947 ഉണ്ടായതല്ല, അത് 1885 ഉണ്ടായതല്ല. അത് ഈ നാടിൻ്റെ പാരമ്പര്യമാണ് ഞങ്ങളുടെ ലെഗസി. പിന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സണ്ണിക്കുട്ടി പറയട്ടെ. 1947 ഓഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചവരല്ലേ നിങ്ങൾ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയവർ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ നിലപാടും എന്തായിരുന്നു എന്നെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇന്ത്യ 2 ആയിട്ടല്ല 17 ആയിട്ടാണ് വിഭജിക്കേണ്ടത് എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി പ്രഖ്യാപിച്ചതുകൊണ്ടല്ലേ ജവഹർലാൽ നെഹ്റു നിങ്ങളെ അറസ്റ്റ് ചെയ്തത്? തൃശ്ശൂർ ചന്ദ്രപിന്നിക്കപ്പുറം മലപ്പുറത്ത് സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ത്രിവർണ്ണ പതാക കീറി കരിങ്കൊടി ഉയർത്തിയ നാട്ടുകാർ തല്ലിക്കൊന്നതാ. നിങ്ങൾ ചരിത്രം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ ത്രിവർണ്ണ പതാക ഉയർത്തിയതെന്ന ഈ കഴിഞ്ഞ ആഴ്ചയിലല്ലേ, ഈ കഴിഞ്ഞ വർഷമല്ലേ? സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? ഇന്ത്യയിൽ ഗാന്ധി എന്താ പറയുക, ഇന്ത്യ മണ്ണ് പുണ്ണാക്കിന്നോ എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിയെ വാർധയിലെ കള്ളദൈവം എന്ന് വിളിച്ചവരല്ലേ നിങ്ങൾ? നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറയാ, വലിയ എന്താ വർഗീയത? മിസ്റ്റർ പ്രകാശം മാഷേ, വർഗത്തെ സംഘടിപ്പിക്കുന്നതാണ് വർഗീയത. നിങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ ഏത് നേതാവിനാണ് അതിന്റെ ലെഗസി അവകാശപ്പെടാൻ ചോദിക്കുന്നത് എന്നുള്ള മാസ്റ്റർ ചോദ്യത്തിനാണെങ്കിൽ മറുപടി പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അവകാശമില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്താണ് കാര്യം? രണ്ട് ചോദ്യമുണ്ട്. ഭാരതീയ ജനസംഖ്യ തുടങ്ങിയതാരാ? ഭാരതീയ ജനസംഘം തുടങ്ങിയത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജിയെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു ആദ്യത്തെ. അദ്ദേഹം ആരാ? ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാ. എന്ന് പറയുന്നത് BJPയുടെ. അതെ, അപ്പൊ ആ ദേശീയ നേതാക്കൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് എതിര് നിന്നവരാണോ? എന്റെ ചോദ്യം അതാണ്. സ്വാതന്ത്ര്യ സമരത്തിന് എതിര് നിന്നവരാണോ? സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? അത് പിന്നീട് സംഭവിച്ചോന്നല്ലേ? രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാജീവ് ഗാന്ധി പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ലെഗസിയുടെ കാര്യം പറയരുത്. AICCയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ആ മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ കോൺഗ്രസിനെ പിരിച്ചുവിട്ടൂന്ന്? AICCയുടെ നേതൃത്വത്തിൽ പറഞ്ഞു. അത് മതിയല്ലോ, അത് മതിയല്ലോ. ആ കോൺഗ്രസും ഈ കോൺഗ്രസും തമ്മിൽ ഒരു നിങ്ങളത് പറഞ്ഞോ? അദ്ദേഹത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമായതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് ലക്ഷ്യം പൂർത്തിയായതുകൊണ്ട് കോൺഗ്രസിനെ പിരിച്ചുവിടണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും കോൺഗ്രസുമായി ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. ഇപ്പോ ഔദ്യോഗികമായി കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് അവരുടെ മുഴുവൻ രാഷ്ട്രീയ ചരിത്രത്തെയും റദ്ദാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു സെക്കൻഡ് ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്നോട് ഇങ്ങോട്ട് ലെഗസി ചോദിച്ചപ്പോഴല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അവർക്ക് ലെഗസി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ലെഗസിയുടെ കാര്യമാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ ലെഗസി BJPയുടെ ലെഗസിയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല, AICC മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയത്. AICC അല്ലാത്ത ധാരാളം സംഘടനകൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അതിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിനെ എതിർത്തവരാണ് CPM. ഞങ്ങൾ എതിർത്തിട്ടില്ല. ഞങ്ങൾ കരുതണമെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അങ്ങ് 51 കഥ പറഞ്ഞു. 51 എന്ത് നിലപാടാണ് സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നെഹ്റു സ്വീകരിച്ചതെന്ന്? 51 എന്ന് പറയുമ്പോൾ 47 ഇന്ത്യ
അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപത്തെ അതിജീവിച്ച് സ്വാതന്ത്ര്യം നേടി അതിൻ്റെ മുറിവുകളുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ പോലും നെഹ്റുവിന് സ്വന്തം ആശയത്തിൽ നല്ല വ്യക്തതയുണ്ടായിരുന്നത് കൊണ്ട് ആ നിലപാടെടുക്കാൻ കഴിയും. നമുക്ക് ഇന്ന് അങ്ങനെയല്ല. അതിൽ നിന്നും കുറച്ചുകൂടി വ്യക്തമായ ആശയ പരിസരമുള്ള ഇടത്ത് നിന്ന് പോലും നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നത് 51-ലെ ഇതിനേക്കാൾ ദുഷ്കരമായി പോകുമോ എന്നത് എനിക്ക് സംശയമാണ്. അത് ആശയപരമായ കുറേ കൂടെ ബലപ്പെട്ടൊരു സാഹചര്യമാണോ നമുക്കിന്നുള്ളത്? 51-ൽ പോലും ജാതിയെയും മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തരുത്, രണ്ടും രണ്ടാണെന്നും മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്നും അന്ന് നെഹ്റുവിന് പറയാൻ സാധിച്ചു. യാതൊരു സംശയവുമില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 1947-ൽ കോൺഗ്രസ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അന്ന് ഹിന്ദു മഹാസഭയും കോൺഗ്രസും തമ്മിൽ ലയിപ്പിക്കണമെന്ന് പറയുന്ന ഒരു ആശയം പോലും ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചരിത്രത്തിലെ ഒരു വസ്തുതയാണ് ഞാൻ ഈ പറയുന്നത്. തമ്മിൽ ലയിപ്പിക്കണം, ഹിന്ദു മഹാസഭയെ കോൺഗ്രസിൽ ലയിപ്പിക്കണം എന്ന് പറയാം. അന്ന് പോലും നെഹ്റു എടുത്ത വളരെ ശക്തമായ സെക്കുലർ നിലപാടിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് അന്ന് ഒരു മതനിരപേക്ഷ കക്ഷിയായിട്ട് നിലനിന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ലെഗസിയെക്കുറിച്ച് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുന്നത് കാണാൻ വളരെ രസമുണ്ട്. രണ്ടുപേർക്കും അങ്ങനെ ഒരു ലെഗസിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിർണായക ഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തുക ചെയ്തത്. നമുക്കറിയാം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കഥ അറിയാം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരും റഷ്യയും സോവിയറ്റ് യൂണിയനും ഒന്നിച്ച് നിന്നു എന്ന പേരിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച പാർട്ടിയാണ്. ഞാനിപ്പോൾ വായിച്ചത് ഓർക്കുന്നത്, അന്ന് പി കൃഷ്ണപിള്ള പാടിയൊരു ഒരു മുദ്രാവാക്യമുണ്ട്, ചൊരിമണലിലും വിത്തെറിയണം. അതായത് നമ്മൾ ചൊരിമണലിൽ പോലും വിത്തെറിഞ്ഞ് കൃഷി വർദ്ധിപ്പിക്കണം, ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. എന്തിന്? ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ ജാപ്പ് വിരുദ്ധ സമരങ്ങൾ നടത്തിയ പാർട്ടി. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. മറ്റേ കൂട്ടർക്കാണെങ്കിൽ ഒന്നും പറയാനേ ഇല്ല. അവർക്ക് ആകെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതും ഒന്ന് നോക്കുക. ഇന്ന് ബാബരി മസ്ജിദ് ഇല്ലാതായി. ബാബരി മസ്ജിദ് തകർത്ത കാലത്തെ വികാരം പലരുടെയും മനസ്സിൽ അതിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ഹിന്ദു ക്ഷേത്രം അവിടെ, അത് BJPയുടെ ആണെന്ന് നമുക്കറിയാം, അവരുടെ അജണ്ടയാണെന്ന് നമുക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം തന്നെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ വീടുകളിലും ഈ രാമജന്മഭൂമി രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ദീപം തെളിയിക്കണമെന്ന്. പണ്ട് കോവിഡ് വന്നപ്പം പാട്ട കൊട്ടണമെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുകയാണ്. ഇതിനെയൊക്കെ ഇതാണ് ഇന്ത്യൻ ദേശീയത. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ പ്രതിഷ്ഠയുമാണ് ഇന്ത്യൻ ദേശീയതയെന്നും ഇന്ത്യയുടെ അജണ്ടയെന്നും പറഞ്ഞു ഫലിപ്പിക്കാനും വാദിച്ചുറപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു പാർട്ടി അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസിന് വല്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തുന്നതിൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഹിന്ദു രാഷ്ട്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഞാനും അത്യാവശ്യം പത്രം വായിക്കുകയും. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ കോട്ടയിൽ അവസാനിപ്പിക്കുകയാണ്. അത് രാജ്യത്തിന്റെ രാമക്ഷേത്രം എന്നുള്ളതാണ്. ദന്നിപ്പൂർ മോസ്ക് പൂർത്തിയാകുമ്പോൾ പ്രധാനമന്ത്രി ഇത് രാജ്യത്തിന്റെ പള്ളി എന്ന് പറയുമോ എന്നതൊരു ചോദ്യമാണ്. നേരത്തെ ശ്രീ B. ഗോപാലകൃഷ്ണൻ ചോദിച്ച പോലെ പള്ളിയാണ് ആദ്യം പൂർത്തിയാകുമായിരുന്നെങ്കിൽ നിങ്ങൾ പോകുമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ദന്നിപ്പൂർ മോസ്ക് പൂർത്തിയാകുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇത് രാജ്യത്തിന്റെ പള്ളിയാണ് എന്ന് പറയുമോ എന്നത് കാത്തിരിക്കാൻ ഉള്ള ആകാംക്ഷ രാജ്യത്തിനുണ്ട്. വളരെയധികം നന്ദി. പാലസ് വെൽക്കം പ്രേക്ഷകർ.